യാത്ര ഇന്ന് ചെമ്പേരിയിലാണ് എത്തിയത്. ചെമ്പേരിയിൽ എത്തിയപ്പോൾ ചെമ്പേരിയുടെ ആ ഒരു സ്ഥലനാമം ഒപ്പം ചേർത്ത ഒരു രാഷ്ട്രീയ നേതാവുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് അഭിമാനിക്കാവുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ജോസ് ചെമ്പേരി 50 വർഷത്തിലധികം, എത്ര വർഷമായി? 53 വർഷക്കാലം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിന്റെ ഒപ്പമും എല്ലാം ഉപ്പും മനസ്സിലാക്കിയിട്ട്, അത് ഉപ്പെന്ന് പറഞ്ഞാൽ ആ മധുരം അല്ലെങ്കിൽ ഉപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് പോയ ഒരു രാഷ്ട്രീയ നേതാവ്. അതായത് LDF-നൊപ്പം, UDF-നൊപ്പം, NDA-നൊപ്പം. ഇന്ന് കേരളത്തിൽ ചർച്ചയാവുന്ന ഒരു പ്രധാന ഭരണകക്ഷിയുടെ KB ഗണേഷ് കുമാർ നയിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാന നേതാവാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അല്ലെ? ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ഇപ്പൊ എത്ര വർഷം? അത് ഞാൻ ബാലകൃഷ്ണ സാറിനോടൊപ്പം ചേർന്ന് അന്ന് മുതൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സാർ മരിച്ചു, അദ്ദേഹത്തിന് പുത്രൻ KB ഗണേഷ് കുമാർ ചെയർമാനായി. ഞാൻ അതേ സ്ഥാനത്ത് തുടരുന്നു. രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സാഹചര്യത്തിൽ കേരളത്തില് KB ഗണേഷ് കുമാറിന്റെ ഒരു തരംഗം വീണ്ടും അതൊരു വലിയൊരു ചർച്ചകൾക്കും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യത്തിന് നൽകുന്ന ഈ സമയത്താണ് ജോസ് ചെമ്പേരിയെ പരിചയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. സർ, 53 വർഷക്കാലമായി രാഷ്ട്രീയം എന്ന് പറയും. ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാമോ? രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല്, എന്നെ ശരിക്കും രാഷ്ട്രീയത്തിൽ കൈപിടിച്ചിറക്കുന്നത് കടന്നപ്പള്ളി രാമേന്ദ്രനാണ്. അദ്ദേഹം വന്ന് ചെമ്പേരി നമ്മളെ ഹൈസ്കൂളിൽ വന്ന് എന്നെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആക്കി. അപ്പം ഇവിടുത്തെ മരിച്ചു ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു OC ജോൺ സാർ. അപ്പൊ ഞാനിപ്പം പ്രസംഗിക്കുക വെച്ച് അദ്ദേഹം അല്പം പ്രസംഗിതാവിരിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ OC ജോൺ സാർ പറഞ്ഞു, ജോസിനെ ഏരിയസ് മണ്ഡലം സെക്രട്ടറി ആക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാനതെങ്ങനെ സംഭവിച്ചു അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ബാലകൃഷ്ണ സാറിന്റെ ഒരു പ്രസംഗം ചെമ്പേരിയിൽ. അന്നാകപ്പാടെ ഒരു 5-6 കേരള കോൺഗ്രസ്സുകാരെ ചെമ്പേരിയിലുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ മലയോരത്ത് എനിക്കറിയാവുന്ന ഒട്ടേറെ ചേട്ടന്മാരന്ന് ചെമ്പേരി കണ്ടു. ഞാൻ ചെയ്തെന്നെ എല്ലാവരും ആ ജോസ് അറിയില്ല, ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുകയല്ലേ. ഞങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ വന്ന പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടില്ല, അതുകൊണ്ട് ഒന്നാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അങ്ങോട്ട് വലിയ ഹരവായിപ്പോയി. ഞാൻ ആ പ്രസംഗം 1.25 മണിക്കൂർ നേരം അതൊരു ഒഴുക്കായിരുന്നു. ആ പ്രസംഗം കേട്ടതോടെ എനിക്ക് കേരള കോൺഗ്രസിനോടൊരു താല്പര്യമുണ്ടായി. തൊട്ടടുത്ത ദിവസം എന്നെ ശ്രദ്ധിച്ച് ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാര് അടുത്ത ദിവസം തന്നെ അവര് എന്നെ പിടിച്ച് ഏരിയ മണ്ഡലം സെക്രട്ടറി ആക്കി. അങ്ങനെയാണ് കേരള കോൺഗ്രസിലേക്ക് വരുന്നത്. പിന്നെ ഭരണ സെക്രട്ടറിയായി, നിയോജന സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡന്റായി, അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു. ഒറ്റ വരവല്ല. 80 ബാലകൃഷ്ണ സാറിന്റെ പാർട്ടിയും മാണിസാറുകൾ യോജിച്ചപ്പോൾ അതിന്റെ യോജിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി. അതിനു മുമ്പ് ബാലകൃഷ്ണ സാർ ജനതാ പാർട്ടി പോയപ്പോൾ 5 പേരെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എക്സിക്യൂട്ടീവിലേക്ക് അത് ഈ മറ്റേ ജനതാ പാർട്ടിയുടെ. അതിലൊരാളായിരുന്നു ഞാൻ. അന്ന് P ഭാസ്കരനായിരുന്നു ജില്ലാ പ്രസിഡന്റ്. എന്നാൽ രണ്ടാമത് സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ ഇരിക്കൂർ നിയോജക ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. KG മാരാരെയാണെന്ന് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തത്. KG മാരാരെന്ന് പറഞ്ഞാൽ അതൊരു BJP ഒരു വ്യത്യസ്തമായ മുഖമാണ്, അസാധാരണമായ ഒരു വ്യക്തിത്വം. അദ്ദേഹത്തോടൊപ്പമാണ് പിന്നീട് പ്രവർത്തിച്ചത്. പിന്നെ ജനതാ പാർട്ടി ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിത്തകർന്നു. എല്ലാവരും വന്നവരൊക്കെ തിരിച്ചുപോയി. ജനസംഘമായിട്ട് പോയി, സംഘടനാ കോൺഗ്രസ് ആയിട്ട് പോയി. അതാണ് ശരിക്കും ഞാൻ നമ്മുടെ K സുധാകരനുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. അദ്ദേഹം യുവജനതയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയാണ് ആ കാലത്ത് ഞങ്ങൾ എന്ത് ബന്ധമുണ്ട്. അപ്പൊ പിള്ളേർ ഗ്രൂപ്പായിട്ട് പോയി, എല്ലാവരും പോയല്ലോ. അപ്പോഴാണ് പിന്നീട് 80 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് ഞങ്ങൾ അന്ന് ഇടതുപക്ഷത്തായിരുന്നു. അന്ന് BJP മുന്നണി എന്ന് പറഞ്ഞ ഇടതുപക്ഷമാണല്ലോ. ബാലകൃഷ്ണ സാറിന് അന്ന് കൊട്ടാരക്കര ഒറ്റ സീറ്റേ കൊടുത്തു. പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് കൊട്ടാരക്കര എന്ന 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബാലകൃഷ്ണ സാർ തെരഞ്ഞെടുക്കപ്പെട്ടു.
അപ്പൊ ആ തെരഞ്ഞെടുപ്പില് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സെബാസ്റ്റ്യൻ ഭട്ട് ഉൾപ്പെടെ വലിയൊരു ടീം ഉണ്ടായിരുന്നു ബാലകൃഷ്ണ സാറിനോടൊപ്പം. അവര് അന്ന് PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ KC ജോസഫ് ഇരിക്കൂർ മത്സരിച്ചപ്പോഴ് അവരങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാനതിനെ എതിർത്തു. പക്ഷെ അവർക്ക് ഒരു പോയി. അപ്പൊ എന്റെ കൂടെ നിൽക്കാൻ രണ്ട് ആളുകൾ വന്ന് KSയുടെ നേതാവ് PS ജോസഫും അതുപോലെ തന്നെ KSയുടെ നേതാവായിരുന്നു ഒരു ജൂണി. ഞാനിതുമായിട്ട് ഇറങ്ങി. മുഴുവൻ ജില്ലകളിൽ അന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ല ഒന്നാ. ഞാൻ ആദ്യം ഓടുന്നത് കാസർഗോഡ് ഭാഗത്തേക്കാ. ഞാൻ ഓടിയെടുത്തൊക്കെ ബാലകൃഷ്ണ ആളുകളുണ്ടായി. ഞാൻ പേരാവൂർ ഭാഗത്തേക്ക് ഓടാൻ കഴിയാൻ അവിടെ മാത്രം ഇത്ര ശക്തി കുറഞ്ഞു. അങ്ങനെ ആ പാർട്ടിയെ ഞാൻ പിടിച്ചു നിർത്തി. ബാലകൃഷ്ണ വൈദ്യുതി മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വൈദ്യുതി മേഖലയ്ക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. ശ്രീകണ്ഠപുരത്ത് സബ്സ്റ്റേഷൻ അന്ന് നമ്മുടെ KM വർഗീസ്, മരിച്ചുപോയ KM വർഗീസ്, അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു ഒന്ന് ജോസ് ചെമ്പേരിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രീകണ്ഠപുരത്ത് കേട്ടു. KT ഇബ്രാഹിമുണ്ട് കൂടെ. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ എന്നോട് വർഗീസ് സാർ പറഞ്ഞു, ജോസെ നമ്മുടെ ഇനി വൈദ്യുതിയുടെ വളർച്ചയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സബ്സ്റ്റേഷൻ വേണം. അപ്പൊ ജോസ് ഞങ്ങളോട് തിരുവനന്തപുരത്ത് പറഞ്ഞു ബാലകൃഷ്ണ സാറിനെ കാണാൻ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, സാറ് കുബലൂര് വരുന്നുണ്ട്. കുബലൂർ എന്ന് പറഞ്ഞാൽ അന്ന് CPIയുടെ ഒരു നേതാവ്, അദ്ദേഹം മന്ത്രിയാ. അങ്ങയുടെ നിയോഗത്തെ കുബലൂർ സബ്സ്റ്റേഷൻ ഉദ്ഘാടനത്തിൽ ഞാൻ പറയാം, അയ്യോ അവിടേക്ക് വന്നാൽ സാറിന് ഇഷ്ടപ്പെടുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് സ്റ്റേജിലുണ്ട്. കാരണം സാർ ഇവിടെ വന്നാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും. അപ്പൊ ഈ കൂടെ ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് ശ്രീകണ്ഠപുരത്ത് സബ്സ്റ്റേഷൻ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഡിസ്ട്രിബ്യൂട്ടറുടെ ചീഫ് എഞ്ചിനീയർ അവിടെ ഉണ്ട്. അത് ജോസ് പറയുന്നത് എഴുതിയേക്കാൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വരെ പോകേണ്ടതായിട്ട് വന്നില്ല. അങ്ങനെയാണ് ശ്രീകണ്ഠപുരം സബ്സ്റ്റേഷൻ അവിടെ കൊണ്ടുപോകുന്നത്. അതുപോലെ എന്റെ അറിവില് നമുക്ക് വിദ്യാഭ്യാസ വായ്പയുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെ, അതിനത് സജീവ സാന്നിധ്യമായിട്ട് മാറി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും ഇടയാക്കി കുറെ സംഭവങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അതേക്കുറിച്ച് PC തോമസിന്റെ IMTPയിൽ അദ്ദേഹം ചെയർമാനും ഞാൻ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഔദ്യോഗിക വക്താവുമായിരുന്നു. അപ്പോഴ് വാജ്പേയിയുടെ കാലം എനിക്ക് വാജ്പേയിയെ കുറിച്ച് അതിഭയങ്കരമായ മതിപ്പാണ്. കാരണം അന്നാണ് മദ്രസകൾക്ക് പോലും അദ്ദേഹം ആനുകൂല്യങ്ങൾ കൊടുത്തു. അത് ചെറിയ കാര്യമല്ല. അതുപോലെ ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജും ലിസ്റ്റിൽ വന്നായിരുന്നു. പക്ഷെ സമയമായപ്പോഴേ ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജും വന്നില്ല, കാഞ്ഞിരപ്പള്ളിയും വന്നില്ല, വിമൽ ജ്യോതിയും വന്നില്ല, അമൽ ജ്യോതിയും വന്നില്ല. പിന്നെ ചാലിയച്ചൻ എന്നെ വിളിച്ചു, ജോസെ PC തോമസിനെ അദ്ദേഹം PC തോമസ് എന്ന കേന്ദ്ര സഹമന്ത്രിയാണ് കേന്ദ്രത്തില്. എന്നാ അച്ചു അല്ല നമ്മുടെ കോളേജ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ PC തോമസിനെ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു ചെമ്പേരി വിമൽ ജ്യോതി ഇല്ലല്ലോ. അപ്പൊ PC പറഞ്ഞു അതല്ല ചെമ്പേരി അമൽ ജ്യോതി ഇല്ല, ഇത് രണ്ടും ഞാൻ കേട്ടെന്ന് പറഞ്ഞു. എന്താണേലും ഇല്ലാത്ത അമൽ ജ്യോതി വിമൽ ജ്യോതി ആ ലിസ്റ്റിൽ വന്നു. അപ്പൊ ഇവിടെ ഈ എഞ്ചിനീയറിംഗ് കോളേജ് വന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ അന്ന് കഴിഞ്ഞു കാര്യം. അത് കഴിഞ്ഞ് പിന്നെ കാലാന്തരത്തിലെ വാജ്പേയി അന്ന് മോറ്റോടെ വിളിച്ച് ജയിച്ചു. പക്ഷെ നിർഭാഗ്യവശാല വാജ്പേയി തിരിച്ചു വന്നില്ല. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വന്നു. PC തോമസ് ജോസഫിന്റെ പക്ഷത്തേക്ക് മാറി. ഞാനും ആ കൂടെ പോയി. PJ ജോസഫ് എന്നെ പിടിച്ച് കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി. പക്ഷെ അധികം താമസിയാതെ PJ ജോസഫിൽ നിന്നും ശ്രീ PC തോമസിന്റെ വല്ലാത്ത ഒരു എന്തുകൊണ്ടോ ഒരു നീതി ലഭിച്ചില്ല. പ്രധാന സ്റ്റേജുകളിലൂടെ അദ്ദേഹത്തിന് കൊടുത്തില്ല. അന്നാണ് കർഷക സംഘടന ഐക്യയിൽ നിന്ന് കർഷക സംഘടന രൂപീകരിച്ചു.
നമ്മുടെ മാണിപ്പാറയത്തിനൊക്കെ കൂട്ടി എറണാകുളം പീഠപ്പള്ളി റെസ്റ്റ് ഹൗസ് വെച്ച് കർഷക സെക്രട്ടറി ഐക്യവേദി രൂപീകരിക്കുകയും PC തോമസ് ചെയർമാൻ, ഞാൻ അതിന്റെ ഏക ജനറൽ സെക്രട്ടറി, മാണിപ്പാറയത്ത് വൈസ് ചെയർമാൻ. പിന്നെ അങ്ങനെ ആ ഭാഗത്തുള്ള പലരും ഉണ്ട്, അങ്ങനെ രംഗത്തേക്ക് വന്നു. എന്തുകൊണ്ടോ ഞാൻ PC തോമസുമായിട്ട് അകലാനടയ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നില്ല. അകലാനടയ കാര്യം ബെഞ്ചർക്ക് മോശം പറഞ്ഞല്ലോ, മോശം എന്ന് നമ്മൾ പറയുന്നത് ആവശ്യമില്ല. ഏതായാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴ് കർഷക സംഘടന ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മാണിപ്പാറയത്തിന് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടങ്ങും. അപ്പൊ അന്ന് ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ഞാനും മാണിപ്പാറയത്തിനും കൂടി, ഞാനാണ് ജാഥ വെച്ച് അച്ഛന്റെ നേതൃത്വത്തില് ഒരു വന്യമൃഗ ശല്യം മോചന യാത്ര ഒരു യാത്ര നടത്തി. അത് കൊട്ടൂര് എന്നപ്പോഴത്തേനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് കൊട്ടൂര് ഒരു പന്നിയെ വെടിവെക്കുക വലിയ ചരിത്രമായിരുന്നു. പന്നി എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയൊന്നുമല്ല, കുറയുന്ന കൂട്ടം കാട്ടുപന്നി പോലത്തെ ഒരു പന്നി, ചില വലിയ സംഭവമായത്. അപ്പൊ ജാഥ നിർത്തി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. BS എനിക്കൊന്നും നല്ല ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാല് IFDPയുടെ കാലത്ത് ചില അഴിമതി ആരോപണങ്ങളൊക്കെ എനിക്ക് രംഗത്ത് കൊണ്ടുവരാൻ പറ്റി. അതിൽ ഞാൻ കൊണ്ടുവന്ന ഒരു ആരോപണം BS ഏറ്റെടുത്തു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ വാനില അഴിമതി. PC തോമസ് പറഞ്ഞ് BS ബന്ധപ്പെടണം. ഞാൻ BSന്റെ ആഫീസ് വിളിക്കുമ്പോൾ ഷാജഹാനാണ് സെക്രട്ടറി. ഇപ്പൊ അദ്ദേഹം BSന്റെ കൂടെ ഇല്ല. ഷാജഹാൻ പറഞ്ഞു, ചെമ്പേരുടെ പത്രസമ്മേളനം കണ്ടായിരുന്നു, നല്ലതായിരുന്നു, ഒരു കാര്യം ചെയ്യും, BSനെ വിളിക്കും, തൃശ്ശൂരുണ്ടെന്നോ. ഞാൻ BSനെ വിളിച്ചു. ഇപ്പൊ ഗവൺമെന്റ് എടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജോസ്റ്റൻ പേര് ഒന്ന് കൊടുക്കാവെന്ന് ചോദിച്ചു. BSന് കൊടുത്തു. എന്താടോ സർ, ഞാനിങ്ങനെ ഒരു വിഷയത്തിൽ ഇടപെട്ടായിരുന്നു. തന്റെ പത്രസമ്മേളനം ഞാൻ ഇന്നലെ കണ്ടു, നന്നായിരിക്കുന്നു. തനിക്ക് എവിടുന്നായി രേഖകളൊക്കെ കിട്ടിയത്? ഞാൻ പറഞ്ഞ സാറൊക്കെ അത് ഒരു തരത്തിൽ ഒത്തു കിട്ടി. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ എന്നെ വിളിച്ചു, എന്തിനാ സാറ് ഇടപെടണം? ഞാൻ പത്രസമ്മേളനം തരത്തിലുള്ള കാര്യമുണ്ട്, പ്രതിപക്ഷത്തെ ഇടപെട്ടാലിന്റെ കാര്യം നടക്കും. തനിക്ക് ഷാജഹാനെ അറിയത്തില്ല? അറിയാം. എന്നാ രേഖകളെല്ലാം ഷാജഹാൻ അയച്ചു കൊടുക്കുക. ഞാനെങ്ങനെ ഷാജഹാന്റെ രേഖകളെല്ലാം അയച്ചു കൊടുത്തു. ഒരു സംശയം ഷാജഹാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പത്രസമ്മേളനത്തിന് മാറ്റം കൂടെ നോക്കാൻ പറഞ്ഞിട്ട് അത് ക്ലിയറായി. 2 ദിവസം കഴിഞ്ഞപ്പോ ഷാജഹാൻ വെച്ചു, BS ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. അപ്പൊ ജോസ്റ്റൻ പേരും കൂടെ കൂട്ടുന്നതാണ്. ആലുവ പാലസി വരാൻ പറഞ്ഞു. ഞാൻ ആലുവ പാലസിലെത്തി. എനിക്കൊരു സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. ആലുവ പാലസിലെത്തിയപ്പോഴേ അന്ന് ഈ PC ജോർജ് BSന്റെ കൂടൊപ്പം നടക്കുന്ന കാലമാണ്. PC ജോർജും വന്നു. ഞങ്ങളൊന്നിച്ച് ആതിരപ്പള്ളിയിൽ പോയി. ആ BSനോടൊപ്പം ഞങ്ങൾ നടക്കുന്നതൊക്കെ അന്നൊക്കെ ചാനലുകൾ ഒരു ഉത്സവം പോലെയായിരുന്നു. കഴിഞ്ഞ് അപ്പം അങ്ങനെ BSുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഞാനങ്ങനെ BSനെ പോയിട്ട് മണിപ്പാലത്തിനും ഞാൻ കൂടെ പോയി കണ്ടു. വന്യമൃഗ ശല്യത്തിന്റെ കാര്യം പറയാനാ പോയത്. BS ചോദിച്ചു, എന്താണോ പുതിയ വാനില വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ, ഇങ്ങനെ വന്യമൃഗ ശല്യം കാരണം നമ്മുടെ കൃഷിക്കാർക്കൊന്നും അവിടെ ഒരു രക്ഷയില്ല, അതിലൊന്നും ഇടപെടണം. എന്തെങ്കിലും ഒന്നും ഇല്ലാതെ വരികയെന്ന് അറിയാം. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തന്നെയാണോ തിരിച്ചു വരുന്നത് നോക്കാൻ. ഞാന് അന്ന് ഉമ്മൻചാണ്ടിക്ക് ഒരു നിവേദനം കൊടുത്തു. ഉമ്മൻചാണ്ടി ഒരു ജാഥ നടത്തുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവെന്നല്ലേ. നിർഭാഗ്യവശാൽ BS അധികാരത്തിൽ വന്നില്ല, ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. പക്ഷെ ഉമ്മൻചാണ്ടി അതിനകത്ത് ഒരു മാന്യത കാണിച്ചു കേട്ടോ. അദ്ദേഹത്തിന്റെ 60 ദിവസത്തേക്കുള്ള ഒരു പരിപാടിയില് വന്യമൃഗ ശല്യം, കാട്ടുപന്നിയെ വെടിവെക്കാം ഉത്തരവിട്ടു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് വെള്ളം ചേർത്ത്, പന്നി ഗർഭിണിയാണെ വെടിവെക്കത്തില്ല, ഒരു ഡിമാൻഡ്. അതെങ്ങനെയാ നമ്മുടെ കപ്പയോ കാച്ചിലെ വന്ന് കൂത്തുന്ന പന്നിയുടെ ഗർഭം പരിശോധിച്ച് ഇതിനെ വെടിവെക്കാൻ പറ്റും? അടുത്തത് ഇതിനെ വെടിവെച്ച് കൊന്നാൽ തന്നെ വനപാലകർ വേണം വെടിവെക്കാൻ. വെടിവെച്ചാൽ തന്നെ ഇതിനെ 3 അടിയാഴത്തിൽ കുടിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകരിക്കണം. അതിന്റെ നല്ലൊരു ഭക്ഷ്യവസ്തുവല്ലേ. ഈ തീരുമാനം മണിപ്പാലത്തും പറയുന്നത് നമുക്കിത് തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞ അച്ചു അത് വിട്, അതിനേക്കാൾ വലിയ വിഷയം വിദ്യാഭ്യാസമായി, നമുക്ക് അതങ്ങ് എടുത്തേക്കാം. അങ്ങനെ വിദ്യാഭ്യാസമായി നടന്നു. വാണിപ്പാലത്തും മരിച്ചുപോയി. ഞാൻ 14 ജില്ലകളിലും ആളുകളെ സംഘടിപ്പിച്ചു. എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളും ധർണകൾ നടത്തി.
ബഡ്ജറ്റിന്റെ സമയം മാനസാറാണ് ധനകാര്യമന്ത്രി. അപ്പൊ ഞാൻ എന്നാ പിന്നെ BSc കൊണ്ടായിട്ട് പഠിക്കാൻ തോന്നിയത്. പാളയം എക്സ്ട്രാക്ട് മണ്ഡലത്തിലെ കർഷക സംഘടന ഐക്യത്തിട്ട് ഉപവാസം. ഞാൻ പോയി കണ്ടു BSc ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു. പത്രക്കാർക്ക് ഒരു സംശയം, BSc വരുമോ? വരും. അന്ന് ഇപ്പൊ BScന്റെ കൂടെ ഇല്ലാത്ത ഒരു വിനോദാണ്, അദ്ദേഹം പാലക്കാട് പുള്ളിയാ. ഞാൻ വിനോദ് വരാതിരിക്കും. ചെമ്പേരി BS പറഞ്ഞാണ് ഞാൻ 10 മിനിറ്റുള്ളിൽ BSനെ കൊണ്ടോട് വരുന്നു. വന്നപ്പോ ഒരു വല്ലാത്ത ഹരമായിരുന്നു പത്രക്കാരുടെ ഇടയ്ക്കും എല്ലാം. ഇതുവരെ സഭ കൊടുത്തു. മാണി സാറ് ബഡ്ജറ്റ് അത് ഉൾപ്പെടുത്തി. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ കേരള സർക്കാർ ഏറ്റെടുക്കും. പക്ഷെ പിന്നീട് ബഡ്ജറ്റ് പാസ്സായി വന്നപ്പോൾ അതിന് തിരുത്തു വന്നു. അത് പിന്നോക്ക വിഭാഗങ്ങളുടേതേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങളെക്കാൾ കൂടുതൽ അല്ലാത്തവരാണ് മറ്റുള്ളവരാണുള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്നാ ഡൽഹി പോയേക്കാം. അങ്ങനെ ഞാൻ ഡൽഹി ചെന്ന്, അപ്പൊ അന്ന് ആ വാനില ആന്റണി നിർത്തിയായിരുന്നു, ആന്റണി ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കണ്ടെന്ന് പറഞ്ഞു, സാറ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇത് നടന്നത്, വേറൊരു മുഖ്യമന്ത്രി നടക്കുകയായിരുന്നു. ഞങ്ങൾ നല്ല ബന്ധമുണ്ട്. ഞാൻ പോയി ഡൽഹി ചെന്ന് BSനെ വിളിച്ചു, ആന്റണി സാറിനെ ഒന്ന് കാണണം. PS എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുക. നിങ്ങൾ എന്നെ പറയുന്ന ഏക്കനെ കാണുന്നു, കേരളത്തിൽ നിന്ന് മന്ത്രിമാർ വന്ന് ആന്റണിയെ കാണാതെ പറഞ്ഞു പോവുക. ഞാൻ സാറ് കാര്യം ചെയ്യും, ഒരു മിനിറ്റ് ഫോൺ അദ്ദേഹത്തിന് കൊടുക്കാവും. ഞാൻ വിളിച്ചു, സാറേ ഞാൻ ജോസ് ചെമ്പേരിയാണ്. എന്താ ചെമ്പേരി, ഞാൻ ആകെ തിരക്കിലാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം കാര്യം വല്ല നിവേദനമാണ് ഇവിടെ കൊടുത്തത്, ഞാൻ ചെയ്തേക്കാം, അല്ല എനിക്ക് സാറിനെ കാണണം. പുള്ളി ഫോണ് കട്ട് ചെയ്ത് ഞാൻ ആകപ്പാടെ അഞ്ചലാപ്പിലായി ഡൽഹി വരികയും ചെയ്തു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഫോണ് വന്നു. PS പറഞ്ഞു, ആന്റണി സാർ കാണാമെന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് എടുക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് മതി. ഞാൻ സന്തോഷത്തോടെ അവിടെ ചെന്നു. ആന്റണി സാറിനെ കണ്ടു. ഞാൻ പറഞ്ഞു, സാറേ വിഷയം വലുതാണ്. 3,63,000 ആളുകൾ വിദ്യാഭ്യാസ വായ്പ എടുത്തവർ കേരളത്തിലുണ്ട്. അപ്പൊ 2009 മുതലുള്ള വിദ്യാഭ്യാസ വായ്പയുടെ പലിശ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റെടുത്തല്ലോ. എന്നാൽ അതിന്റെ മുൻകാല പ്രാബല്യം കൊടുത്ത ഇവരൊക്കെ രക്ഷപ്പെടും. വലിയ പ്രശ്നങ്ങളാണ്. കെട്ടിച്ചു വിട്ട വീട്ടിൽ വരെ പെണ്ണുങ്ങൾക്ക് പ്രശ്നം, ഈ ബാങ്കിൽ നോട്ടീസ് എല്ലാവരും പ്രശ്നങ്ങളാണ്. ആന്റണി പറഞ്ഞു, ശരി ഞാൻ ഇടപെടാൻ പറ്റും, എനിക്ക് സമയക്കുറവുണ്ട്. രാഹുൽ ഗാന്ധിയെ സോണിയാജിയെയും കാണണം. PJ കുര്യനെ അറിയാൻ ഞാൻ പറഞ്ഞു. PJ കുര്യനായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നുള്ള അദ്ദേഹത്തിന്. PJ കുര്യൻ അന്ന് സത്യം പറഞ്ഞാൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാനന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതാണ് ഒരു ബന്ധം. പുള്ളി അത്തവേന അദ്ദേഹത്തിന്റെ കാറ് എന്നെ കൂട്ടി സോണിയാഗാന്ധിയുടെ അടുത്ത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കൊണ്ടു. സത്യം പറഞ്ഞാൽ ഈ PJ കുര്യനൊക്കെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിവുള്ള ഏറ്റവും ശക്തനായ ആളുകൾ ഒരാളാണെന്ന് എനിക്ക് എന്താ മനസ്സിലാകുന്നത്. അത് ചിദംബരത്തിനെക്കാണ്. ഞാൻ PC ചാക്കോയെ കണ്ടു. PC ചാക്കോ അതിനേക്കാൾ ഗംഭീരം. ഞാൻ കൊടുത്ത നിവേദനം പുള്ളി ഒന്നുകൂടെ വെട്ടിച്ചുരുക്കി പുള്ളിയുടേതാക്കി ഒരു ചെറുതാക്കിയിട്ട് ചിദംബരത്തിന്റെ അടുത്ത് എന്നെ കൂട്ടിപ്പോയി കൊടുത്തു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോഴാണ് നരേന്ദ്രമോദി കേരളത്തിൽ പ്രസംഗിക്കാൻ വരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പോയി. അപ്പൊ ഒന്നാമത് BJPയുടെ വാജ്പേയിയുടെ കാലം മുതലേ BJP നേതാക്കന്മാരുടെ എനിക്ക് ഞാൻ മുരളീധരനെ വിളിച്ച് എനിക്ക് മോഡിജിയെ കാണണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ നേതാവ് കാണാൻ വേണ്ടി അവരാഗ്രഹിച്ചിരിക്കുന്ന എന്റെ വിളി ചെമ്പേരി അദ്ദേഹം പറഞ്ഞു. ഞാനവിടെ ചെന്നു. പുള്ളി പ്രസംഗം കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലല്ല, ഞാൻ സ്ഥലം മറന്നുപോയി. അത് കംപ്ലീറ്റ് എടുത്തിരിക്കുക. അവിടുത്തെ വെള്ളക്കുപ്പി വരെ മാറ്റി വേറെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. മുരളീധരൻ അടുത്തുണ്ട്. ഇങ്ങനെ കാര്യമുണ്ട്. പുള്ളി നിവേദനം മേടിച്ചു. ആ കൂടെ ഗുജറാത്തിൽ നിന്ന് കോവയ്ക്കായും പുള്ളി ഇടയ്ക്ക് എടുത്ത് കടിക്കുന്നുണ്ട്. പച്ചക്കോവയ്ക്ക അന്തം വിട്ടുപോയി. നിവേദനമൊക്കെ മേടിച്ചു വെച്ചു പോന്നു. എന്നെ അത്ഭുതപ്പെടുത്തുമാറ് ബഡ്ജറ്റ് വന്ന ചിദംബരം 3600 കോടി രൂപ കൃത്യമായി കാനറ ബാങ്കിന് ഏൽപ്പിച്ചു. ഈ 2009 മുമ്പുള്ള വിദ്യാഭ്യാസ വായ്പ എടുത്ത പലിശ എഴുത്തള്ളാൻ വേണ്ടി.
പക്ഷെ വായ്പ എടുത്തൊരു നിഷ്ഠകാരം അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം ബാങ്കുകളാണ് ചെയ്യേണ്ടത്. ബാങ്കുകളെ കള്ളന്മാര് അവര് വല്ലതും ചെയ്യുമോ? കുറെ പേർക്ക് കിട്ടി, അല്ലാത്തവർ കിട്ടിയില്ല. അപ്പൊ അന്ന് എനിക്ക് തോന്നി ഇങ്ങനെയാണേല് ഒരു പാർട്ടി രൂപീകരിച്ചാൽ കൊള്ളാമല്ലോ. അങ്ങനെയാണ് ഞാൻ കേരള വികാസ് ഫണ്ട് എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. പാർട്ടി രൂപീകരിച്ച് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കിട്ടുന്നതിനുണ്ട് മുരളീധരൻ എന്നെ വിളിച്ചു. ഞാൻ ഘടകകക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി. അത് NDA. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പുള്ള ഒരേ ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ താമരാക്ഷനാണ്, RSP. രണ്ടാമത് ഞാനാണ്. അങ്ങനെ രാജകീയമായിട്ട് അവിടെ കഴിയുമായിരുന്നു. അതാണ് വിദ്യാഭ്യാസ വായ്പയുടെ. ഏത് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ടെന്നുള്ള തെളിഞ്ഞു കഴിഞ്ഞപ്പോ ഇടത് വലത് BJP എല്ലാവരുമായിട്ടുണ്ട്. ഇപ്പൊ ഇടതുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടതുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാല് BJP മുന്നണി വിട്ടു വന്ന് എനിക്ക് LDFിലേക്ക് വഴി തുറന്നു തന്നത് കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ കോടിയേരി എന്റെ പത്രസമ്മേളനം കണ്ട കോടിയേരി എന്നെ വിളിച്ചു. പത്രസമ്മേളനം ഞെട്ടിച്ച പത്രസമ്മേളനമായിരുന്നു അല്ലെ? അത് ഞാൻ ഞങ്ങളുടെ കോർ കമ്മിറ്റിയിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ ജയിക്കാനൊന്നും പോകില്ല. പിന്നെ BJP ജയിക്കാൻ പോകുന്നില്ല. കൂടി വന്നാൽ രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിച്ചേക്കാം. അതുകൊണ്ട് അത് നമ്മളിപ്പം നടത്തുന്നത് മോദിയെ ശരിക്ക് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിലേക്കും പണച്ചെലവുണ്ട്. നമ്മളെപ്പോലുള്ള ദുർബലമായ പാർട്ടികൾക്ക് അങ്ങനെ കാശൊന്നുമില്ല. പണമൊക്കെ ഇഷ്ടം പോലെ വരികയില്ലേ, ധൈര്യമായിട്ട് 2 or 3 സീറ്റ് വന്നു. ഞാൻ പറഞ്ഞ 3 വേണം, ഒറ്റ സീറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കൂർ സീറ്റ് കിട്ടി. നോമിനേഷൻ കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ മുരളീധരനെ വിളിച്ചു. മുരളീധരൻ പറഞ്ഞ് കൃഷ്ണദാസിനെ വിളിച്ചു പറഞ്ഞ് ചെമ്പേരി. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് നമ്മളിപ്പം ഞാൻ നോമിനേഷൻ അടുത്ത് മറ്റന്നാൾ കൊടുക്കും. അന്ന് രാത്രി നമുക്ക് ചെറിയ ബോർഡുകളെങ്കിലും നിയമത്തിന്റെ എല്ലാ ഭാഗത്തും ഇല്ല, നമ്മൾ ചിത്രത്തിൽ പോലും കാണത്തില്ല. നമ്മളില്ലാത്ത ഒരു ഇടപാടായത്. അതൊക്കെ ചെമ്പേരി അങ്ങ് നടത്തിക്കും. കാശൊക്കെ തന്നോളാം. ഞാൻ നോക്കിയപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. ഉള്ള പറമ്പോ വീടോ വിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ ഞാൻ കണ്ണൂർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, NDA കേരള വികാസ് കോൺഗ്രസ് എന്ന നിലയിൽ ഇരിക്കൂർ സീറ്റിൽ കേരള വികാസ് കോൺഗ്രസ് മത്സരിക്കുന്നതല്ല. 138 നിയോജകമണ്ഡലങ്ങളിൽ NDAക്ക് വേണ്ടി ഞാൻ പ്രചാരണത്തിനിറങ്ങും. പണ്ട് പത്രക്കാർ രണ്ടെണ്ണേ ഞാൻ പറഞ്ഞു വട്ടിയൂർക്കാവ്. അവിടെയല്ലേ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നത്. അവിടെ നിങ്ങൾ പോകലാണ്. അത് കുമ്മനം വരെ മത്സരിക്കുന്നുണ്ട്. അവിടെ മത്സരിക്കുന്ന മുരളീധരനെതിരെ. അപ്പൊ ലീഡറിനെ കാണുമ്പോൾ എനിക്ക് അങ്ങേരുമായിട്ട് ബന്ധമുണ്ട്. രണ്ടാമത്തെ ധർമ്മടോ BJPയുടെ ഏറ്റവും വലിയ ശത്രു പിണറായി മത്സരിക്കുന്നിടത്ത് നിങ്ങളെന്ത് പറയുന്നത്? അത് BJPയുടെ ശത്രു ആയിരിക്കും, എന്റെ ശത്രുവല്ല. അടിയന്തരാവസ്ഥ കാലം പോലെ ഞങ്ങൾ തമ്മിൽ അഭ്യക്തമായ ഒരു ബന്ധമുണ്ട്. ഞാനെന്തിനാ ബന്ധത്തെ ഓർക്കുന്നത്? ഇത് പത്രങ്ങളിൽ വലിയ വാർത്തയായി, ചർച്ചകളായി. കുമ്മനം വിളിക്കുന്നു, പല BJP നേതാക്കന്മാർ. കുമ്മനം നാളെ തന്നെ പ്രസ്ഥാന തിരുത്തണമെന്ന് പറഞ്ഞു. ഇത് കോടിയേരി പറഞ്ഞു. കോടിയേരി എന്നെ വിളിച്ചു, എന്താ ചെമ്പേരി? ഇവരുടെ ശരിയാകത്തില്ല. ചെമ്പേരി ഇങ്ങനെ പോരെ, നമുക്ക് സഹകരിക്കുന്നോട് ഇരിക്കാം. ഞാൻ അതുപോലെ എനിക്ക് സാറിനെ കാണണം. എന്നാ മറ്റന്നാൾ ഞാൻ തലശ്ശേരിയിലോട്ട് വരാൻ പറഞ്ഞു. ഈ കോടിയേരിയുടെയൊക്കെ ഒരു ലാളിത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങേരുടെ വീട്ടിലൊന്നും പോയില്ല. അങ്ങേരെ അവിടെ വന്നു, അവരുടെ പാർട്ടി ഓഫീസിൽ കുളിച്ചു. പിന്നെ ഇവരുടെ എല്ലാ പാർട്ടി ഓഫീസിലും ചെറിയ കാപ്പിയും ചായയും ഒക്കെ രാവിലെ ഉണ്ടല്ലോ. അവിടുത്തെ ചായ അങ്ങേര് കഴിച്ചത്. എന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു 7 മണിയായപ്പോൾ ചെന്നു. ചെമ്പേരി ചായ കുടിക്കുമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ചായ കുടിച്ചു. ഇവിടെ എല്ലാം കഴിഞ്ഞ് പുള്ളി ഡ്രസ് ഇട്ട് വന്നു. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഞാൻ വന്നിട്ട് ഞാൻ വഴിയാധാരമാകാൻ. ചെമ്പേരിക്ക് അങ്ങനെ വരും. എന്താ ചെമ്പേരി പറയുന്നേ? ആയിക്കോട്ടെ ശരി. പിന്നെ ചെമ്പേരിക്ക് നല്ല പരിഗണന കിട്ടും. പിണറായിയെ ഞാൻ കാണുന്നു നല്ലതാ. ഞാൻ പിണറായിയെ വിളിച്ചു. അവിടേക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഫോൺ എടുക്കും എന്നുള്ളതാ. പിണറായി ഞാൻ അന്നേരം വിളിച്ചു ഫോൺ എന്നെ സാർ ഞാൻ ജോസ് ചെമ്പേരി കോടിയേരി പറഞ്ഞായിരുന്നു. അതല്ല എനിക്ക് സാറിനെ കാണണം.
ഞാൻ കണ്ണൂർ കണ്ടതിന് ഒരാഴ്ച കഴിഞ്ഞു. ഞാനൊരു ജാഥയില്ല ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തുള്ളത്. അല്ല ഈ കാണണം. എന്നാ നാളെ രാമനിലെത്തി വാ. ഞാനന്ന് വൈകുന്നേരം രാമനിലെത്തി കുളിയെല്ലാം കഴിഞ്ഞൊരു വലിയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ കയറി ചെന്നു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അത് കോടിയേരി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു കോടിയേരി പറഞ്ഞു ശരിയാ, പക്ഷേ പിണറായി സാറുകൂടെ അറിഞ്ഞ മുന്നണിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുള്ളിയെ സ്വസ്ഥമായി ഇടിച്ചിട്ടില്ല. എന്നൊരു ചിരി, ആ ചിരി ചെയ്തിട്ട് ശരി, ആ ശരി പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. ഞാൻ സന്തോഷത്തോടെ വന്നു. അങ്ങനെ സഹകരിക്കുന്നവരോടിരിക്കുമ്പോഴാണ് ബാലകൃഷ്ണ സാറ്, എന്നെ കേരള രാഷ്ട്രീയത്തിൽ ഞാനാക്കിയ ബാലകൃഷ്ണ സാറ്. വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ മലയോരങ്ങളിൽ മുഴുവൻ അന്ന് വൈദ്യുതി കിട്ടാതിരിക്കുകയാണ്. മിനിമം കറണ്ട് വെച്ച് വരെ ഒരിടത്ത് കണക്ഷൻ ഇല്ല, കറണ്ടില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ ഡിവിഷൻ തന്നെ കണ്ണൂർ രൂപീകരിച്ച് മലയോരങ്ങളിൽ മുഴുവൻ, കാസർഗോഡിന്റെ വയനാട് വരെയുള്ള മലയോരങ്ങളിൽ മുഴുവൻ വൈദ്യുതി. അതുപോലെ ശ്രീകണ്ഠായ സബ്സ്റ്റേഷൻ വന്നു. അന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസ് കോഴിക്കോടാണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ ഒരു കണ്ണൂർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസ് തരാമോ? കണ്ണൂർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസർ ചോദിച്ചു. അതാണ് ഇപ്പൊ ചീഫ് എഞ്ചിനീയർ ഓഫീസായി മാറിയത്. ശ്രീകണ്ഠാപുരത്ത് ഒരു മേജർ സെക്ഷൻ അനുവദിച്ചു. അതാണ് ഇപ്പോഴത്തെ ശ്രീകണ്ഠാപുരത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസായി മാറിയത്. ചെമ്പയിൽ നിന്ന് ഒരു കളക്ഷന് വേണ്ടി മാത്രം ഒരു മാറ്റിയത്. ഒരു ഓവർസീറിയം വെച്ചു. പിന്നെ അത് AE ഓഫീസായി, AXC ഓഫീസായി. അങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞാല് മലയോര ജനതയ്ക്ക് മറക്കാൻ കഴിയാത്ത അത്ര കാര്യങ്ങള് ബാലകൃഷ്ണപിള്ള സാറ്, കൊട്ടാരക്കരക്കാരനായ ബാലകൃഷ്ണ സാറ് വൈദ്യുതിയിലൂടെ ചെയ്തു. എനിക്ക് അങ്ങേരോടെ മറക്കാനൊക്കത്തില്ല. പക്ഷെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോടെ മാറേണ്ടി വന്നു. എങ്കിലും അദ്ദേഹമായിട്ട് എനിക്ക് ഫോണിൽ ബന്ധപ്പെടുമായിരുന്നു. ഞാനത് കഴിഞ്ഞ് ഒരു ദിവസം വിളിച്ചപ്പോൾ ജോസ് എന്തിനാ അവിടെ ഇവിടെ ജോസ് ഇങ്ങോട്ട് വരാം, ഞാൻ വരാൻ സാറ്. അങ്ങനെ പുള്ളിയോട് പറഞ്ഞ അടുത്ത ആഴ്ച കോഴിക്കോട് ഞങ്ങളുടെ ഒരു സമ്മേളനം ഉണ്ട്, അങ്ങോട്ട് ഒന്ന് ലയിക്കാൻ പറഞ്ഞു. ഞാൻ ലയിച്ചു. സാറിനെ ജനറൽ സെക്രട്ടറി ആക്കി. അത് തുടരുന്നു. ഇന്നും കുമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്യം തന്നല്ലോ. എന്റെ നേതാവിന്റെ ബാലകൃഷ്ണ സാറിന്റെ പുത്രനല്ലേ എനിക്ക് അന്യനാണോ? അദ്ദേഹത്തെ ഞാനും അന്യം തന്നെ. നമ്മുടെ നാടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് സർ പറഞ്ഞു. ഒപ്പം നാടിന്റെ പേര് കൂട്ടിച്ചേർക്കാനുള്ള കാരണം പറയാം. ഉളിക്കല്ലിൽ കേരള കോൺഗ്രസിന്റെ ഒരു പൊതുയോഗം. ഉളിക്കല്ലില് പന്നിയെ കേരള കോൺഗ്രസിന്റെ പൊതുയോഗം എന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സമീപത്തുള്ള കുറെ കേരള കോൺഗ്രസ്സുകാർ ജീപ്പ് പിടിച്ചോ എങ്ങനെയൊക്കെ ചെല്ലും. അന്ന് ഞങ്ങളുടെ ഒരു പ്രധാന ഒരു പ്രസംഗനായിരുന്നു, ഇത് ഹിന്ദി മാസ്റ്ററാണ്, ആലക്കോട് സ്കൂളില്. ഞാൻ പേര് പെട്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനും എന്നെ കൂട്ടി ഇവിടുത്തെ കേരള കോൺഗ്രസ് നേതാക്കളുടെ ഒരു ജീപ്പില്, നമുക്ക് ഈ പറഞ്ഞ പോലെ കാശ് ഒരുപാടൊന്നുമില്ല, അവർ ജീപ്പിന് കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ചെമ്പേരിന്ന് പോയിട്ട് പറഞ്ഞു ജോസ് ചെമ്പേരി എനിക്ക് ജോസിനെ കൊണ്ട് പ്രസംഗിപ്പിക്കണമെന്ന് പറഞ്ഞു. വെട്ടത്തിനൊരു വെട്ടം ഇല്ലാത്തതുണ്ട്. പെട്ടെന്ന് ചോദിച്ചു, അപ്പൊ എങ്ങനെയാണ് പേരെങ്ങനെയാ വിളിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കൂടെ വന്ന മുക്കുഴി അവസരം ചേട്ടൻ പുള്ളി പറഞ്ഞു ജോസ് ചെമ്പേരി എന്ന് വിളിക്കാൻ പറഞ്ഞു. അവർ പേര് തുടങ്ങി. അന്ന് മുതൽ ജോസ് ചെമ്പേരിയായി. അഭിമാനത്തോടെ ഏറ്റെടുത്തു. വല്ല സംശയമുണ്ടോ? നാടിന് വേണ്ടി ചെയ്യാൻ പറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത് വരെ എന്റെ നാമകത്തിലാണ് ചെമ്പേരി അറിയപ്പെട്ടത്. ഞാൻ അഹങ്കാരം പറയല്ല, കേരളത്തിന്റെ എവിടെ ചെന്നാലും ആരോഗ്യം സംസാരിക്കും ജോസ് ചെമ്പേരി അറിയില്ലായിരിക്കും. ആ നിലയിലേക്ക് എന്നെ എത്തിച്ച് ബാലകൃഷ്ണ സാറുവാ. അതെ അതെ അതെ. ഇന്ന് കാർഷിക മേഖലയിൽ കുറേയേറെ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു ബോർഡിന്റെ മേലധികാരിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? കർഷകക്ഷേമ നിധി ബോർഡ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ചതാണ്. ആ ബോർഡ് രൂപീകരിക്കുന്ന ഡൽഹിയില് ന്യായമായ ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് അവർക്ക് നിലവിലുണ്ടായിരുന്ന ചില ആവശ്യങ്ങൾ നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ ഉത്തരേന്ത്യൻ കർഷകർ സമരം നടത്തുക. 70ഓളം പേര് മരിച്ചുപോയി അതികഠിനമായ തണുപ്പിലൊക്കെ പെട്ട്. പക്ഷെ ആ സമരത്തോടും ആ സർക്കാർ വേണ്ടത്ര ഒരു നീതി പുലർത്തിയില്ല. ആ സമയത്താണ് ഇവിടെ കേരള കർഷകക്ഷേമ നിധി ബോർഡ്
രൂപീകരിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപീകരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. 55 വയസ്സ് വരെ പ്രായമുള്ള കൃഷിക്കാർക്ക് അതിൽ ചേരാം. 55 വയസ്സുള്ള ഒരാൾ 5 വർഷം അടച്ചാൽ മതി. അയാൾക്ക് 60 ദിവസം 5000 രൂപ പ്രതിമാസം പെൻഷൻ. 18 വയസ്സുള്ളവർക്ക് ചേരാൻ പറ്റും. അതൊരു വിപ്ലവമായിരുന്നു. അതെ അതെ. സത്യത്തിലെ അന്ന് LDFന്റെ ഒരു 2 മേഖലകൾ ഉണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത്. ഒന്ന് ഉത്തരമേഖല, അതാ BS വിജയരാഘവനാണ് നയിച്ചത്. ആ രാവിലെ പാർട്ടിയുടെ പ്രതിനിധി ഞാനായിരുന്നു. ഞാനും ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ഈ ഒരു വിഷയത്തിൽ. എന്നാലും 90 കൃഷിക്കാരത് ഏറ്റെടുത്ത് 99 സീറ്റ് ഈ മുന്നണിക്ക് കിട്ടി. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ എന്റെ മറ്റു കാര്യങ്ങളിൽ കടക്കുന്നില്ല. അന്ന് കാണിച്ച താല്പര്യം ഇപ്പോൾ ഗവൺമെന്റ് ബോർഡിനോട് കാണിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉദ്യോഗസ്ഥ ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ അവിടെ കിടക്കുകയാണ്. ഉദ്യോഗസ്ഥ സ്ഥലങ്ങളെ മാത്രമല്ല, ധനകാര്യമന്ത്രിക്ക് തന്നെ ചെറിയ മാറ്റം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. ധനകാര്യമന്ത്രിയാണ് ഇപ്പൊ ഇതിനകത്തെ വില്ലൻ. അത് ശരി. അദ്ദേഹം മനസ്സ് വിചാരിച്ചാൽ അതൊന്ന് പുറത്തേക്ക് ഇറങ്ങും. നിസ്സാരമാണ് അല്ലേ? നിസ്സാരമായിട്ട് നടക്കാതെ കാര്യം. അങ്ങനെ ഒരു ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ ഏറ്റവും വലിയ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് നിയമസഭ പാസാക്കി, നിയമമായി മാറി, ഗവർണർ ഒപ്പുവെച്ചു. അത്ര ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ ഇല്ലാതാക്കാൻ പറ്റിയല്ല. സർക്കാർ സമയത്ത് മുഖ്യമന്ത്രി ഇടപെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുഖ്യമന്ത്രി ഇടപെട്ടാൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ചർച്ച ഒന്ന് ശ്രദ്ധയിൽപ്പെടട്ടെ, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ, ധനകാര്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ. എന്തായാലും കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതി അതിന് കൂടുതൽ ഫലവത്തായി മാറട്ടെ എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇതുകൊണ്ട് ഗുണം കിട്ടും. എന്തിനും നമ്മുടെ ഈ ഒരു യാത്രക്കിടയിൽ എപ്പോഴും സപ്പോർട്ട് കുടുംബമാണല്ലോ. അതെ. അപ്പൊ കുടുംബത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. എന്റെ ഭാര്യ വീട് തീക്കോയില്ല. 84 കല്യാണം. ഭാര്യയുടെ പേര് റോസമ്മ. റോസമ്മ അന്ന് ഫാർമസിസ്റ്റ് ആയിരുന്നു, ഹെൽത്ത് സർവീസിൽ. റിട്ടയർ ചെയ്ത് ജില്ലാ സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസറായിട്ടാണ്. 84 ഞാന് ജനുവരി 30 ഉച്ചയ്ക്ക് ശേഷം ചെമ്പേരിപ്പള്ളി കല്യാണം. ഒരു 2 മണി 2:30 ആയപ്പം ബാലകൃഷ്ണ സാറിന്റെ സ്റ്റേറ്റ് കാർ, ഇതേ വീട് തന്നെ, പക്ഷെ ഈ വീടല്ല, ചെറിയൊരു വീട്. അതാണ് വീട്ടിലേക്ക് ഇറങ്ങി വന്ന ലൂക്കോസും കൂടെയുണ്ട്. അത് ഞങ്ങള് മാനവിരുപ്പും പിള്ളേർക്കും ഒന്നിച്ച കാലമാണ്. ലൂക്കോസാരും ചേർന്ന് വന്ന് പഴയ വീട്ടിൽ വന്ന് സാറ് സന്തോഷത്തോടെ ഇരുന്നു. എന്തോ നാരങ്ങാവളം എന്തോ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. ജോസഫ് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഞാൻ ഇതുപോലെ ഒരു കതർ ഷർട്ടും ഒരു കതർ മുണ്ടും ധരിച്ച് ബാലകൃഷ്ണ സാറിന്റെ സ്റ്റേറ്റ് കാറിൽ അദ്ദേഹത്തിന്റെ നടുക്ക്, അദ്ദേഹത്തിന്റെ ഇപ്പുറത്ത് ഞാൻ ഇങ്ങേറ്റത്ത് ലൂക്കോസ്. അങ്ങനെയാണ് ചെമ്പേരിപ്പള്ളിയിലേക്ക് പോയത്. ചെമ്പേരിപ്പള്ളിയിൽ പോയി ഞാൻ ആ ബാലകൃഷ്ണ സാറിന്റെ ഒരു വലിയ മഹത്വം മനസ്സിലാക്കുന്നത്, ഒരു വിശ്വാസി ചടങ്ങുകളിൽ എങ്ങനെ ഭക്തിപൂർവ്വം നിൽക്കുന്നു അതുപോലെ അദ്ദേഹം അവിടെ നിന്നു. ബാലകൃഷ്ണ സാറിനെ ബഹുമാനത്തിൽ വികാരത്തിൽ ഒരു കസേര കൊണ്ടേ കൊടുത്തു. ഇരുന്നില്ല. ഇരുന്നു. എല്ലാവരും പ്രാർത്ഥനാ സമയത്ത് ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു സമയം ഇരുന്നില്ല. അതാണ് ബാലകൃഷ്ണപിള്ള സാറിന് കുറെ ഓർമ്മകളുണ്ടല്ലേ? അന്ന് അതുപോലെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, മരിച്ചുപോയ CP മൂസാൻകുട്ടി, ഇവരെല്ലാം എന്റെ കല്യാണത്തിന് വന്നായിരുന്നു. അവർ തലേന്ന് വന്നതെന്ന് മാത്രം. എന്തോ പരിപാടികളുണ്ട്. LCT ബോർഡിന്റെ എത്രയാ കാറുകൾ അദ്ദേഹത്തിന്റെ കാറിന് പുറകെ ഒഴിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 3000 കുറയാത്ത ആള് കല്യാണത്തിനുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന്റെ ഒരു മീറ്റിംഗ് അനുമോദനവും നടന്നു വരുമ്പം വല്ലാത്തൊരു മഴ പെയ്തു. മഴ അച്ഛന് തടസ്സം ഉണ്ടാക്കി. പിന്നെ വേഗം അച്ഛനത് മറ്റേ കാലിലേക്ക് മാറ്റി. അങ്ങനെ നടന്നു. 3 പിള്ളേരെ ജനിച്ചു. മൂത്തവള് ധന്യ, അവൾ ഡോക്ടറായി. ഇപ്പം PG കഴിഞ്ഞു, ഗോവ മെഡിക്കൽ കോളേജിൽ നിന്ന് PG കഴിഞ്ഞ് അവിടെ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഹസ്ബൻഡ് ഗോവ IIT പ്രൊഫസറാണ്. രണ്ടാമത്തെ ആർക്കിടെക്റ്റാണ്. ദില്ലി സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറിലാണ് പഠിച്ചത്. പേരെന്താ? നവീൻ ജോസ്. അങ്ങനെ വ്യത്യസ്തനായ ഒരു ആർക്കിടെക്റ്റാണ്. മൈസൂർ, ബാംഗ്ലൂർ, എറണാകുളം, ജബൽപൂർ
വർക്കുകളുണ്ട്. അത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു വർക്ക്. ഒരു കുന്നാന്ന് വിചാരിച്ചു, JCB കൂടെ ഇടിച്ചു കിടത്തുകയില്ല, അതിനനുസരിച്ച് അതാണ് പ്രത്യേകത. എന്നോട് താല്പര്യമുള്ളത് ധാരാളമുണ്ട്. അങ്ങനെ ഇളയൊരു മോളുണ്ട്, അവള് 11 വയസ്സ് താഴെയാണ്. അവളെ പഠിച്ചത് ഇവിടെ പുസ്കോയിലും പിന്നെ +2 ചെമ്പയിലായിരുന്നു. അത് കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും വലിയ കോളേജ് സെന്റ് സ്റ്റീഫൻസിന്റെ അഡ്മിഷൻ കിട്ടിയ എക്കണോമിക്സ്. അവർക്ക് ഡോക്ടറായിട്ട് കിട്ടിയതായിരുന്നു. പിന്നെ അവർക്ക് ഇതിലൂടെ പോയി എക്കണോമിക്സ് അവിടുന്ന് പാസ്സായി. JNU PG കഴിഞ്ഞു. ഇപ്പൊ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വീട്ടിലുണ്ട്. അടുത്ത ദിവസം തന്നെ ഡൽഹിക്ക് പോകും. അപ്പം മക്കളാൽ ഞാൻ സമ്പന്നനാണ് എല്ലാം കൊണ്ടും രാഷ്ട്രീയപരമായിട്ട്. അതിന്റെ ഒരു കാര്യം, ഞാൻ ഈ നാട് നിങ്ങളെ കരണ്ട് കൊടുത്തപ്പോഴും പാലേഷുള്ള സാറ് ട്രാൻസ്പോർട്ട് മന്ത്രിയായപ്പോ മലയോര മേഖല ഒട്ടേറെ ബസ്സുകൾ കൊടുത്തു. ഇതിനൊന്നും ആരോടൊന്നും പ്രത്യേകിച്ച് മേടിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം സത്യസന്ധനായ രാഷ്ട്രീയം. അങ്ങനെ ആയിരുന്നു വന്നത്, അതിപ്പോഴും തുടരുന്നു. അപ്പൊ എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം എന്നിലൂടെ ബാലകൃഷ്ണ സാറിലെ കിട്ടിയുള്ള പ്രാർത്ഥനയാണ് കുടുംബത്തിനും അനുഗ്രഹമായി. തീർച്ചയായിട്ടും ആ ഒരു ബന്ധം, അതിൽ ഒത്തിരി നേതാക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും തുറന്നു പോകുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ വിളിച്ചാലും B മുരളീധരൻ പോകട്ടെ, ഏത് രാഷ്ട്രീയമാണെങ്കിലും. ഇപ്പൊ ഞാൻ കൃഷ്ണദാസിനെ വിളിച്ച് പറഞ്ഞായിരുന്നു, നമ്മുടെ വന്ദേ ഭാരത് ഗോവയിലേക്ക് വരെ നീട്ടാൻ നടപടി ഇടപെടണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇടപെടുകയും ചെയ്തു. അങ്ങനെ തന്നെ വന്നു. ഒന്ന് നമ്മുടെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, കാർഷിക വിളകൾക്ക് വിലയില്ല, ഇതിനെക്കുറിച്ചൊക്കെ എന്നും സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതിൽ നിന്നും മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർ ഗുണം കിട്ടാനുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയായിരിക്കണം? മാറ്റം വരണമെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം അത് കൃഷിക്കാരനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, പറ്റില്ല. കൃഷിക്കാരനെ മനുഷ്യന് അസാധ്യമാണ്. പ്രകൃതിയുടെ മല്ലി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന വിളനാശം അത് ഭയങ്കരമായിട്ട് കാർഷിക മേഖലയെ തകർന്നു. പക്ഷെ അവിടെ ഇടപെടാൻ കഴിയുന്ന ഒരാളുണ്ട്. ആര്? കേന്ദ്ര സർക്കാർ. അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഈ വിളനാശം സംഭവിച്ച കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ കേന്ദ്രത്തിന് കഴിയും. ഞാൻ പറയുന്നത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ഈ വരുമാന മാർഗങ്ങളെല്ലാം കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. നമ്മളൊരു ഹോട്ടലിൽ കയറി, സാധാ ഹോട്ടലിൽ കയറി ഊണ് കഴിച്ച് 100 രൂപയുടെ ഊണ് കഴിച്ചാൽ 3 രൂപ GST ഉണ്ട്, ബില്ലുണ്ടെങ്കിൽ. ഒരു ചെറിയൊരു മരുന്ന് മേടിച്ച് ആ ബില്ലിലേക്ക് നോക്കി. ചുരുക്കി പറഞ്ഞാലും മുട്ടുസൂചി മുതൽ തൂമ്പ വരെ എന്തൊക്കെ നമ്മൾ വാങ്ങുന്നോ എല്ലാത്തിനും GST ഉണ്ട്. പരോക്ഷ ഇതൊക്കെ ഇതിന് പുറമേ ഉണ്ട്. ഇതെല്ലാം എത്തുന്ന കേന്ദ്രത്തിലേക്കല്ലേ? സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ട് വരുമാനം കുറവാണ്. തമിഴ്നാട്ടിൽ വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടേറെ വ്യവസായങ്ങളുണ്ട്. കേരളം ഒരു വ്യവസായമാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് ആ നല്ല വരുമാനം കുറവാണ്. പിന്നെ ഇതിന്റെ ഒരു മഹാത്മ്യം, കൃഷിക്കാരുടെ ഒരു മഹാത്മ്യം ഞാൻ അറിയുന്ന മൻമോഹൻ സിംഗ് കൊണ്ട് പറയുകയുണ്ടായി. സാമ്പത്തികമാണെന്ന് അമേരിക്കയിലുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. ചില അമേരിക്കൻ ബാങ്കുകൾ പൊട്ടിപ്പോയി. ഇന്ത്യയിൽ ഒന്നും സംഭവിച്ചില്ല. വിദേശ പത്രപ്രതിനിധികൾ അന്ന് മൻമോഹൻ സിംഗോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വലിയ പുരോഗതിയിൽ എത്താത്ത ഒരു രാജ്യമാണ് ഇന്ത്യ, എന്നിട്ട് ഈ സാമ്പത്തികമായി ഇങ്ങോട്ട് ബാധിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്ന മറുപടിയുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുത്തിരിക്കുന്ന കാർഷിക മേഖലയിലാണ്. ആ കാർഷിക മേഖല ശക്തമാണ്, സമ്പന്നമാണ്. ഞങ്ങളെ ഇതൊന്നും ബാധിക്കുകയില്ല. ഇന്നും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അത് മനസ്സിലാക്കി കൃഷിക്കാർക്ക് വേണ്ടി നിലപാട് കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. അപ്പൊ 10ാം വർഷം ആകാൻ പോവുക. ഇന്നലെ നേട്ടങ്ങൾ പറഞ്ഞു. നേട്ടങ്ങളെ പറഞ്ഞുകൂടെ എന്താ പറഞ്ഞത്? സ്വകാര്യ വിമാന കമ്പനികൾ മേടിക്കാൻ പോകുന്നു 1000 വിമാനങ്ങൾ നേട്ടത്തിന് പട്ടികപ്പെടുത്തിയിരിക്കുക. ചെസ് താരം ലോക ചാമ്പ്യൻഷിപ്പ് അതും ഇതിന്റെ പട്ടികപ്പെടുത്തിയിരിക്കുക.
കൃഷിക്കാർക്ക് വേണ്ടി എന്തുണ്ട്? ഒന്നുമില്ല. കേരള സർക്കാരിനെ കൊണ്ട് അതും പറ്റിയില്ല. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്ന കൃഷിക്കാരൻ എന്തെങ്കിലും വിളവിറക്കുന്നു, കാട്ടുമൃഗങ്ങൾ വന്ന് അത് ഭക്ഷിക്കുന്നു, നശിപ്പിക്കുന്നു പോകുന്നു. കാട്ടുപന്നി ഒരു ക്ഷുദ്രജീവി പട്ടികപ്പെട്ട അതിനെ പോലും പിടിവെക്കാൻ പറ്റിയില്ല. കേന്ദ്ര നിയമം അതിനനുകൂലമല്ല. നമ്മുടെ വയനാട്ടിൽ ഇന്നലെ രാവിലെ ഒരു ആന ഇറങ്ങി ഓടി തകർത്തു. ആന ചെരിഞ്ഞു. അവൻ ചേരിഞ്ഞു. അവന്റെ പേരെന്ന? ഇന്ന് രാവിലെ ചാനൽ വന്നപ്പോ എല്ലാ ചാനലുകളിലും ഈ ആന ചെരിഞ്ഞ വാർത്ത. എന്തേര് മൃഗസ്നേഹികളാണ് ആന ചെരിഞ്ഞതിൽ സങ്കടപ്പെടുന്നത്. ഇതേ കാട്ടാനകൾ വയനാട്ടിൽ 142 കൃഷിക്കാരനെ ചവിട്ടി കൊന്നു. അന്നുണ്ടാകാത്ത വേദന ഇന്ന് പലരിലും ഞാൻ കണ്ടു. അവസ്ഥ. ആന ചെരിഞ്ഞതിൽ വേദന ഇല്ലെന്നില്ല. അവനൊരു ഐശ്വര്യമുള്ള ആനയായിരുന്നു, ഒത്ത ആനയായിരുന്നു. അവൻ ചെരിഞ്ഞ് നമുക്ക് വിഷമമുണ്ട്. പക്ഷെ മനുഷ്യനും ഇല്ലാത്തവരെ ഞാൻ കാട്ടാനിക്ക് കൊടുക്കുന്നില്ല. അവൻ നടക്കുന്നു. ഇപ്പൊ കേന്ദ്ര അനുകൂലമാണെങ്കിൽ കാട്ടുപന്നികളെ വെടിവെക്കാം. വെടിവെച്ച അതിന്റെ ഇറച്ചി വനം വകുപ്പിന് വലിയ ആദായമാണല്ലോ. പിന്നെ ഇതിന്റെ ഇറച്ചി വിറ്റു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല വിലയ്ക്ക് മേടിക്കില്ലേ? ആകാശ് വരുമ്പോൾ വരുമാനമാകില്ലേ? പുലിയെ കൂട് പിടിച്ച് പിന്നെ കൂട്ടിലോട്ട് വിടാതെ അത് ആവശ്യമുള്ള സംസ്ഥാനങ്ങളിൽ കൊണ്ട് കൊടുക്കണമെന്നേ. പുലിയില്ലാത്ത സംസ്ഥാനങ്ങളില്ലേ? ആനകളുടെ എണ്ണം വർദ്ധിച്ചു. എന്റെ ഒരു കാരണം ആനപിടുത്തം നിർത്തിയതാ. മുമ്പ് ആനപിടുത്തം ഉണ്ടായിരുന്നു. ആനപിടുത്തം എന്ന് പറഞ്ഞാൽ ആനകളെ പിടിച്ച് നാട്ടാനകളാക്കി മാറ്റി ഇതിനിവിടെ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാം, വേറെ സംസ്ഥാനങ്ങൾക്ക് വേണേ കൊടുക്കാം. ഇതെല്ലാം അങ്ങോട്ട് ഈ കാട്ടിലോട്ട് തന്നെ പോകുന്നു. അതിൽ കൊള്ളാവുന്നതിന് കൂടുതൽ അവിടെ ഭക്ഷണ സാധനം. അതായത് ഈ വന്യമൃഗങ്ങളുടെ വംശവർദ്ധനവ് കാട്ടിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ഭക്ഷണമില്ല. അതൊക്കെ വനം വകുപ്പിന്റെ പ്ലാനിങ്ങിന്റെ കുറവാണ്. കാരണം ഒരാന ചക്കക്കൊമ്പൻ എന്നല്ലേ എന്റെ പേര്. ഇവരിതിനോട്ട് വരുന്നത് അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഇതെല്ലാം വരുന്ന അരി തിന്നാനും ചക്ക തിന്നാനും വാഴക്കൊല തിന്നാനും ഒക്കെയാ. എന്നാൽ ഈ ആനകൾക്ക് പറ്റുന്ന കുറെ ആനച്ചപ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നട്ടുവളർത്താം, വനത്തി വെക്കാൻ മേലെ, കുറെ പ്ലാവ് വെക്കാൻ മേലെ വെക്കുകയില്ല. അതുപോലെ മഴ പെയ്യുന്ന ആദ്യം വനത്തിലാന്നുള്ള ആർക്കും തർക്കമില്ലല്ലോ. വനത്തിൽ മഴ പെയ്തിട്ട് അവരെന്തൊക്കെ വരുന്നേ? അവിടെ ഇവർക്ക് തടാകങ്ങൾ ഉണ്ടാക്കാൻ മേലെ കുടിവെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടാക്കാം. ഈ ആനകത്ത് കുടിവെള്ളം കിട്ടാനാണ് മനസ്സിലായി. ചാനലിൽ ചർച്ച മനസ്സിലായത് ഈ ആന ചെരിഞ്ഞത് അതിന് കുടിവെള്ളം കിട്ടിയില്ല. ഈ ആന എന്തിനായിട്ട് വരുന്നത്? ഈ വന്യമൃഗങ്ങളൊക്കെ വരുന്നത് വെള്ളത്തിന് വേണ്ടിയാവുന്നു. ഭക്ഷണത്തിന് വേണ്ടി. പുലി വന്ന് മനുഷ്യനെ പിടിക്കാൻ നോക്കുന്നു, ആളുകളെ പിടിക്കുന്നു, എല്ലാം വരുന്നു. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണ്ടിൽ 2 തവണ ഹണ്ടിങ്ങിന് അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ സർക്കാരിന്റെ കാര്യം പറയും ഇന്ന മൃഗങ്ങളെ പിടിവെക്കരുത്. അപ്പൊ കേരളത്തിലെ മലയാളി അത് എത്ര പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അതുപോലെ ഞാൻ പറയുന്നില്ല. സർക്കാരിന് വെടിവെച്ചുകൂടെ? മലയാളി അങ്ങോട്ട് കേട്ടിട്ടുണ്ടേ. ഈ അധികമുള്ള പന്നിയൊക്കെ വെടിവെച്ച് നാട്ടുകാർക്ക് കൊടുത്ത് വനംവകുപ്പിന് പൈസ ഉണ്ടാക്കാം. അതുപോലെ ആനകളെ വെടിവെക്കണമെന്ന് ഞാൻ പറയുകയില്ല. അധികമുള്ള ആനകളെ പിടിച്ച് വേറെ അന്യ സംസ്ഥാനങ്ങൾക്ക് വേറെ ആന ആവശ്യമുള്ള സംസ്ഥാനം കൊടുക്കണം. അതുപോലെ അതിന്റെ ശല്യം തീർക്കാൻ വേണ്ടി നമുക്ക് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കുള്ളതിനേക്കാൾ വനം കേരളത്തിലുണ്ട്. നമ്മുടെ വനം തമിഴ്നാടില്ല, നമുക്കുള്ള വനം കർണാടകയില്ല. ഇത്രയും വനമുള്ള ഈ സംസ്ഥാനത്ത് വനം വകുപ്പിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ഈ വന്യമൃഗം ഇങ്ങോട്ടിറങ്ങാൻ ഇടയാക്കുന്നത്. ഫെൻസിങ് പരാജയം ഒന്നും നടക്കില്ല. ഏറ്റവും നല്ലത് അതിനാവശ്യമായ ഭക്ഷണ സംവിധാനങ്ങൾ. ഭക്ഷണം ഉണ്ടെങ്കിൽ ഈ ആനച്ചപ്പൊക്കെ ഉണ്ടായി ഇങ്ങോട്ട് വരില്ല. തീർച്ചയായും ചക്ക ഉണ്ടായി ഇങ്ങോട്ട് വരും. അപ്പൊ അതിനൊന്നുമില്ല, കുടിവെള്ളമില്ല. പിന്നെ ഈ ഫെൻസിങ്ങിനെ കഴിഞ്ഞൊക്കെ എത്രയോ ഭേദമാണ്. ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഫെൻസിങ് ഉണ്ടാക്കാൻ ഒരു സർവേറെ വെക്കണ്ടേ, അതിനൊരു നോട്ടക്കാരനെ വെക്കണ്ടേ? ഇതൊന്നുമില്ല. ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകും സർക്കാരിന്റെ വക. അതൊരാന കറണ്ട് പോകുന്ന സമയത്ത് ഒരാന വല്ല അങ്ങ് പോയി. ഇതൊക്കെയാണ് പ്ലാനിങ്ങിന്റെ ഭാഗം. ഒന്നാമത് മനുഷ്യരോട് താല്പര്യമില്ല. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ജോലി ചെയ്യാതിരിക്കണമെന്നാണ് ഇന്ന്
അതെ അതെ സർക്കാർ ചിന്ത. അല്ലാതെ എങ്ങനെ ജനങ്ങൾക്ക് കൊണ്ട് ഇതിലും ചെയ്യണം എന്നുള്ളതല്ല. അങ്ങനെയുള്ളൊരു 10% ഉള്ളൂ. വനംവകുപ്പ് വിചാരിച്ചാല് കാട്ടുപന്നിയെ അത് മറ്റേ ഞാൻ പറയുന്നതിന് കേന്ദ്രം അനുകൂലം സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കണമെന്ന് നിയമം പാസാക്കാൻ പറ്റില്ല കാട്ടുപന്നി എവിടെ വെക്കാൻ. കേന്ദ്രം സർക്കാരിന്റെ പിരിച്ചുവിടും എങ്ങനെയാണേലും. അതെ, ഇത് ജനങ്ങളുടെ ജീവന് സ്വത്തിനും സംഭാഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനം. കേന്ദ്രം തയ്യാറാകുന്നില്ലല്ലോ. ഞാൻ ഉത്തരവാദിത്വ സംസ്ഥാന ഗവൺമെന്റ് നിയമം ഉണ്ടാക്കണം കാട്ടുപന്നി എവിടെ വെക്കാൻ. പുലിയെ എവിടെ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കടുവായെ എവിടെ വെക്കണമെന്ന് പറയുന്നില്ല, കരടിയെ എവിടെ വെക്കുക, ആനയെ എവിടെ വെക്കുക, കാട്ടുപന്നിയെങ്കിലും വെടിവെച്ച് അതിന്റെ ഇറച്ചി വിട്ട് വനവകുപ്പിന് സമ്പത്ത് ഉണ്ടാക്കട്ടെ. സർക്കാരിലേക്ക് തന്നെയാണല്ലോ ഫണ്ട് പോകുന്നത്. വേഗം പോകുന്നു. തീർച്ചയായും. അതുപോലെ കാർഷിക വിളകൾക്കുള്ള വിലയെ കുറിച്ചും കാർഷിക വിളകൾക്ക് വിലയില്ലല്ലോ. ഇല്ല. ഇതൊന്നും അതിന്റെ വിലസ്ഥിരതാ ഫണ്ടെന്നൊക്കെ ഇതൊക്കെ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സംസ്ഥാനത്തിന്റെ കൂടെ ഒന്നും അസാധ്യം. എന്ത് ചെയ്യാനാ? കടം മേടിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനമില്ലല്ലോ. തമിഴ്നാട് നോക്കണ്ട, തമിഴ്നാട്ടിലൊക്കെ വരുമാനം നല്ലപോലെ ഉണ്ട്. സ്റ്റാലിൻ അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. കൈകാര്യം ചെയ്യാൻ പിണറായി വിജയനും അറിയാം, പക്ഷെ ഇല്ലാത്തടുത്ത് അദ്ദേഹം തന്നെ ചെയ്യണം. അപ്പൊ കേന്ദ്രം സഹായിക്കണം. ആ കാര്യത്തിന് ഒരു കൂട്ടായ്മ കേരളത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ വെച്ചാൽ അതുമില്ല. രാഷ്ട്രീയങ്ങൾ മാറി മാറി പിന്നെ അതിപ്പോ ഇത് പറഞ്ഞാലും കേരളത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചിരിക്കണ്ടേ. അത് നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അത് അത്ര കാണുന്നില്ല. അവരവരുടേതായ ന്യായം പറയും. ഇവിടെയാണ് തമിഴ്നാടിനെ കാണേണ്ടത്. മുല്ലപ്പെരിയാറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അധികം കിട്ടുമെങ്കിൽ തമിഴ്നാട് ഒറ്റക്കെട്ട. അവിടെ കക്ഷിയില്ല, ജാതിയില്ല, ഒരു ഇടപാടും ഇല്ല. കേരളം പക്ഷെ എന്നും കൊടിയുടെ കളറും നോക്കി, നിറവും നോക്കി, വർഗീയതയും നോക്കി മാറുകയല്ലേ. ഇത് നിസ്സാര പറഞ്ഞ നമ്മുടെ സ്ഥലത്തുള്ള മുല്ലപ്പെരിയാറ് ആ വെള്ളം മുഴുവൻ കൊടുക്കും തമിഴ്നാട്. എപ്പോഴെങ്കിലും വെള്ളം കുറഞ്ഞാൽ അവരൊറ്റക്കെട്ട. ശരിക്കും ആവശ്യങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാൻ ഒറ്റ മനസ്സിൽ നിൽക്കണല്ലോ. തമിഴ് ഒന്നാണ്. അതിനകത്ത് ഇപ്പം ഒരു അണ്ണാ DMK ഉണ്ട്, DMK എല്ലാവരും ഒറ്റക്കെട്ട. ഇവിടെ അത് നടക്കുന്നില്ല. കേരളം ഒന്നാവുന്ന എനിക്കറിഞ്ഞുകൂടെ. അതുകൊണ്ട് യോജിപ്പില്ല. ആ യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെ നേടിയെടുക്കാൻ പറ്റുന്നില്ല. നേടിയെടുക്കാൻ പറ്റുന്നില്ല. ഇവർ പരസ്പരം കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള മത്സരങ്ങളായിട്ട് മാറി, രാഷ്ട്രീയമായി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളായിട്ട് മാറുന്നു വേണം പറയാൻ. എരുവിശി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പേരി ഉൾപ്പെടെയുള്ള മേഖലയിൽ ഒത്തിരി പേര് കുടിയേറി പാർത്തതാണ്. ഇപ്പൊ ജോസറിനോട് നമുക്ക് ചോദിക്കാം ആ നാടിനെ കുറിച്ചും ആ വിശേഷവും. ഈ ചെമ്പേരി എന്നല്ല, മലബാറിലെ കുടിയേറ്റ ഗ്രാമങ്ങളൊക്കെ തന്നെ മുഖ്യമായതിനകത്ത് 80% മീനച്ചിൽ താലൂക്കിൽ നിന്ന് വന്നവരാ. അപ്പൊ ഒരു 10 പേരെ എടുത്താൽ 6 പേര് പാലക്കാരും 2-3 പേര് തുഴുവക്കാരും, പിന്നെ അതിന് ശേഷം അവിടുന്നേ ഉള്ളൂ. മീനച്ചിൽ താലൂക്കിന്റെ ഒരു പൈതൃകമാണ് ഇന്ന് ഈ മലയോര ഗ്രാമങ്ങൾ, കുടിയേറ്റ ഗ്രാമങ്ങൾ. ഞങ്ങൾ വന്നും പാലയും അല്ലേ. പക്ഷെ ആദ്യം എന്റെ വിളിച്ചായ പോലെ വടക്കഞ്ചേരിയാ പാലക്കാട്. അന്ന് അവിടെ അത്യുഷ്ടമായ ചൂടായിരുന്നു. എന്റെ ജ്യേഷ്ഠൻ അവിടെ ജനിച്ചത്. ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന്റെ മിലിറ്ററി റിട്ടയർ, ബാംഗ്ലൂർ സ്ഥിരതാമസം. അപ്പൊ എന്നെ ഇങ്ങനെ അമ്മച്ചി ഗർഭിണിയായ സമയത്ത് ഭയങ്കര ചൂടുകൊണ്ട് അമ്മച്ചിയുടെ ശരീരമെല്ലാം കൊണ്ട് ചുമന്ന് തടിച്ച്. അപ്പൊ നാട്ടിലോട്ട് കൊണ്ടുപോയി ഇളങ്കളം. അവിടുന്ന് പ്രസവിച്ചു കഴിഞ്ഞ് ഈ ചൂടിലായാലും ഇപ്പൊ കൊണ്ടുപോയി ശരിയായാലെന്നോട് പറഞ്ഞ് ഞാൻ അവിടെ 4 വയസ്സ് വരെ അവിടെ വന്നു. പിന്നീട് അപ്പൊ ഞങ്ങളുടെ ഒത്തിരി ബന്ധുക്കൾ ഈ ചെമ്പയിലുണ്ട്. അങ്ങനെ ചാച്ചൻ പിന്നെ ചെമ്പയിലോട്ട് തന്നെ വന്നു. അങ്ങനെയാണ് ഇവിടെ ആയത്. 4 വയസ്സോളം വന്നത്. ആ ഒരു പറച്ചുമാറ്റം കേരള കോൺഗ്രസിനും ഗുണം കിട്ടിയല്ലേ? കേരള കോൺഗ്രസിന് ഒത്തിരി ഗുണം കിട്ടി. നിർഭാഗ്യവശാൽ കേരള കോൺഗ്രസ് 75-ൽ പിളർന്നില്ലായിരുന്നെങ്കിൽ 7 പണ്ട് ഞാനൊക്കെ ഇരിക്കൂർന്ന് MLA ആണ്. പല സംശയമുണ്ട്. ഇരിക്കൂറും പേരാവൂരും കേരള കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു ഒരു കാലത്ത്. പിന്നെ അത് പോയി. ഇപ്പൊ കേരള കോൺഗ്രസ് വളരുന്നു വിചാരിച്ച ഒരു പാർട്ടി പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല, വളർന്നു. കോൺഗ്രസിലാണെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് മാറി, അവിടുന്ന് ഇങ്ങോട്ട് മാറി നിൽക്കും.
കേരള കോൺഗ്രസിന് ഒരു ഗുണമുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഒരു വീട് വെച്ചങ്ങ് മാറിയിട്ടു സമാധാനത്തോടെ കഞ്ഞിയും വെച്ച് അവിടെ കഴിയും. അങ്ങനെ വീടുകൾ പറയായി എന്നർത്ഥം. അതെ അല്ലെ, മറ്റേ ഗുസ്തിയാ കിടന്നോണ്ടടിയ നിന്നോണ്ടടിയ. അത് വ്യത്യാസമൊന്നും. എന്തായാലും ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. നാടിന്റെ വികസനത്തിന് വേണ്ടി നട്ടലോടെ നിന്ന ഒരു ജനനേതാവ്, അദ്ദേഹത്തെ നമുക്ക് ഇത്തിരി നേരം കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. കൂടുതൽ ഭാവങ്ങൾ നേടുന്നു. സന്തോഷം. എന്തായാലും ഞങ്ങളുമായിട്ടും വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ആ പരിചയം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി എത്താം. അതുവരെ ബൈ.